തങ്ങളെയും അങ്ങോട്ട് കൊണ്ടുപോകുമെന്നും അവൾ എല്ലാവരോടും പറഞ്ഞു. സംശയത്തിന്റെ നിഴലുകൾ 2 വർഷങ്ങൾ പിന്നിട്ടു. ജിഗ്നേഷിന്റെ കസിനായ ദീപക് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ പോയി ജിഗ്നേഷിനെ കാണാമല്ലോ എന്ന് കരുതി ദീപക് കൃതിയോട് അവന്റെ വിലാസം ചോദിച്ചു. എന്നാൽ അവൾ ഓരോരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അവൻ കമ്പനി മാറി, പുതിയ അഡ്രസ് എനിക്കറിയില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ ദീപകിന് സംശയം തോന്നി. അവൻ ഈ വിവരം അശോകിനെ അറിയിച്ചു. സംശയം ബലപ്പെട്ടപ്പോൾ അശോക് പ്രതിയെ തന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ജിഗ്നേഷിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവർ അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവളുടെ കള്ളങ്ങൾ ഒന്നൊന്നായി പൊളിയുമെന്ന് വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൾ ആ ഭയാനകമായ സത്യം തുറന്നു പറഞ്ഞു. ഞാൻ 2 വർഷം മുമ്പ് ജിഗ്നേഷിനെ കൊന്നിട്ട് കുഴിച്ചിട്ടു. അവളുടെ മുഖത്ത് ഒരു തരിമ്പ് പോലും കുറ്റബോധമോ ഭയമോ ഉണ്ടായിരുന്നില്ല. സ്വന്തം ഭർത്താവിനെ കൊന്ന ഭാര്യ വെറും ഒരു സാധാരണ കാര്യം പോലെ അവൾ പറഞ്ഞപ്പോൾ കേട്ടുനിന്നവരുടെ ചോര മരവിച്ചു പോയി. കുടുംബം ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് പ്രതിയെയും അവളുടെ കൂട്ടാളികളായ നീലേഷ്, മൻസുഖ് ഭായ്, കച്ചേടിയ, ബൽവീർ വർമ്മ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. ചതിയുടെ പേരുകൾ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത്? പോലീസ്